അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്മാഉല്ലാഹിൽ ഹുസ്ന. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമം അൽ മുസ്തആൻ എന്നതാണ്. ഇഹപര നന്മകൾ നേടുന്നതിന് വേണ്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടും പുണ്യങ്ങൾ ചെയ്യാനും പാപങ്ങൾ വർജിക്കുവാനും ഒക്കെയുള്ള സഹായവും ശക്തിയും ലഭിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുമെല്ലാം തേടപ്പെടുന്നവനാരോ അവനാകുന്നു അൽ മുസ്തആനായ അള്ളാഹു. അഥവാ ഇക്കാര്യങ്ങളെല്ലാം നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി സഹായം തേടേണ്ടതും അള്ളാഹുവോട് മാത്രമാണ്. അള്ളാഹു പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അൽ മുസ്തആൻ എന്ന നാമത്തെ സംബന്ധിച്ച് ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: സഹായം തേടാത്തവനും എന്നാൽ സഹായം തേടപ്പെടുന്നവൻ ആയവനുമാരോ അവനാകുന്നു അൽ മുസ്തആൻ. അതെ, അള്ളാഹു അല്ലാതെ നമ്മെ സഹായിക്കാൻ മറ്റൊരു ശക്തിക്കും സാധ്യമല്ല. അള്ളാഹു പറയുന്നു, ഖുലിദ് ഉല്ലദീന സഅംതും മിൻ ദൂനില്ലാ. പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോടെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ്സമാവാതി വലാ ഫിൽ അർദ്. ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരണുവിൻ്റെ തൂക്കം പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ വമാ ലഹു മിൻഹും മിൻ ദഹീർ. അവ രണ്ടിലും അവർക്ക് യാതൊരു പങ്കുമില്ല, അവരുടെ കൂട്ടത്തില് അവന് സഹായിയായി ആരുമില്ല. അള്ളാഹുവോട് തേടിക്കൊണ്ടും സുഹൃതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും അള്ളാഹുവോട് സഹായാർത്ഥന നടത്തുവാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിൻ്റെ സഹായം തേടുക. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അത് അഥവാ നമസ്കാരം ഭക്തന്മാർക്കല്ലാത്തവർക്ക് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാകുന്നു. അതേപോലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ചില വചനങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണാം: ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിച്ചാൽ അള്ളാഹുവോട് ചോദിക്കുക, നീ സഹായം തേടിയാൽ അള്ളാഹുവോട് സഹായം തേടുക. വിശുദ്ധ ഖുർആനിൽ രണ്ടിടങ്ങളിൽ അള്ളാഹുവിന് അൽ മുസ്തആൻ എന്ന നാമം വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്ത് യൂസുഫിലെ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ വാക്കുകളിലൂടെയാണ് അത് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, യൂസുഫ് എന്ന മകൻ നഷ്ടപ്പെട്ടിട്ട് ഭൗതികപരമായ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഫസബ്റുൻ ജമീൽ. അതിനാൽ നല്ല ക്ഷമ കൈകൊള്ളുക തന്നെ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടുവാനുള്ളത് അള്ളാഹുവോടത്രേ. മറ്റൊന്ന് സൂറത്ത് അംബിയായിൽ നമുക്ക് ഇപ്രകാരം കാണാം: റബ്ബിഹ്കും ബിൽ ഹഖ് വറബ്ബുന റഹ്മാനുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. എൻ്റെ രക്ഷിതാവേ, നീ യാഥാർത്ഥ്യമനുസരിച്ച് വിധി കൽപ്പിക്കണമേ. നമ്മുടെ രക്ഷിതാവ് പരമകാരുണികനും നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെതിരെ സഹായമർത്ഥിക്കപ്പെടുന്നവനും അത്രേ. ഇനി ഹദീസിലും നമുക്ക് അൽ മുസ്തആൻ എന്ന നാമം കാണാനായിട്ട് സാധിക്കും. ഒരു സംഭവം ഇപ്രകാരമാണ്: ഒരിക്കല് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അകത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ഇപ്രകാരം പറഞ്ഞു: അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുക്കുക. അദ്ദേഹത്തിന് ഏൽക്കുന്ന ഒരു പരീക്ഷണത്തെ തുടർന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു: അപ്പോഴതാ വാതിക്കൽ ഉസ്മാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അഥവാ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്തുതിച്ചു. ശേഷം ഇപ്രകാരം പറഞ്ഞു: അല്ലാഹുൽ മുസ്തആൻ. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്.